നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ അരങ്ങേറിയ വിവാദമായ പൊറാട്ട് നാടകത്തിന്റെ പ്രത്യാഘാതങ്ങൾ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിമരുന്നിടുകയാണ്. സ്പീക്കർ AN ഷംസീറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാർട്ടിയിലെ പുതിയ നീക്കങ്ങൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ നടത്തിയ PR പ്രവർത്തനങ്ങൾ പാഴാക്കുന്ന തരത്തിലായിരുന്നു സ്പീക്കറുടെ ആസൂത്രണത്തിൽ നടന്നിരിക്കുന്ന ഈ നീക്കങ്ങളെന്നാണ് പാർട്ടി പ്രവർത്തകർക്കിടയിലെ പൊതുവികാരം. ഈ നാടകം പാളിയതോടെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അനുഭാവികൾ പൊതുസമൂഹത്തിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ ജോർജിനെ മുൻനിർത്തി നടത്തിയ ഈ ഒരു രാഷ്ട്രീയ പരീക്ഷണം ഒടുവിൽ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഇടപെടലുകൾ കേരളത്തിലുടനീളം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു സാധാരണ വീട്ടമ്മ നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയതോടെ മന്ത്രിക്കെതിരെ വലിയ പരിഹാസമാണ് ഇപ്പോൾ ഉയരുന്നത്. രാഷ്ട്രീയ ചായ്വുകളില്ലാത്ത സാധാരണക്കാർ പോലും ഇതിനെ വെറും അഭിനയമായിട്ട് കാണുന്നുവെന്നത് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ കേരള പോലീസും റെയിൽവേ പോലീസും നടത്തിയ പ്രാഥമിക അന്വേഷണങ്ങളിൽ അക്രമം നടന്നില്ലെന്ന് വ്യക്തമായതോടെ തെളിവുകളില്ലാതെ KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ ഇപ്പോൾ കൂടുതൽ മോശമായി മാറിയിരിക്കുകയാണ്. മന്ത്രിക്ക് പിന്നാലെ സ്പീക്കറുടെ പേരും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറി. സർക്കാർ ആശുപത്രികളിലെ ICU സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്തതാണ് മലബാറിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. വടക്കൻ മലബാറിലെ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ICU ബെഡുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്ന ഒരു കാലം കൂടിയാണിത്. അത്യാസന്ന നിലയിലുള്ള രോഗികൾ പോലും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ രാഷ്ട്രീയ നാടകങ്ങൾക്കായിട്ട് 2 ദിവസത്തോളം ICU സൗകര്യങ്ങൾ മന്ത്രിയും സംഘവും മാറ്റിവെച്ചത് വലിയ തെറ്റായി തന്നെ ജനങ്ങൾ ഇവിടെ കാണുകയാണ്. സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിച്ച സ്പീക്കർക്കും മന്ത്രിക്കുമെതിരെ വലിയ ജനരോഷമാണ് ഇവിടെ മലബാറിൽ ആഞ്ഞടിക്കുന്നത്. CPM-നുള്ളിലെ ഗ്രൂപ്പ് പോരുകളും ഈ സംഭവത്തോടെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും വിരുദ്ധ ചേരിയിലുള്ള ആളായാണ് ഷംസീർ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഷംസീറിനെ രാഷ്ട്രീയമായി ഒതുക്കാൻ റിയാസ് പുതിയ തന്ത്രങ്ങൾ ഇപ്പോൾ മെനയുന്നതായിട്ടും സൂചനകളുണ്ട്. ഇതിൻ്റെ ആദ്യപടി എന്നോണം CPM-ൻ്റെ ഉറച്ച കോട്ടയായ തലശ്ശേരി മണ്ഡലം ഷംസീറിന് നഷ്ടമാകാൻ പോവുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷംസീറിന് സീറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയതായാണ് ഇപ്പോൾ വിവരം. പാർട്ടിയെ പൊതുമധ്യത്തിൽ നാണം കെടുത്തിയ ഒരാൾക്ക് ഇനി ഇളവുകൾ നൽകേണ്ടതില്ല എന്ന വികാരം അത് നേതാക്കൾക്കിടയിലും ശക്തമാണ്. PR ഏജൻസികളെ ഉപയോഗിച്ചും പ്രമുഖ താരങ്ങളെയൊക്കെ തന്നെ അണിനിരത്തിയും സർക്കാർ കെട്ടിപ്പടുത്ത ഇമേജ് ഈ ഒരൊറ്റ സംഭവത്തോടു കൂടി ഇപ്പോൾ തകർന്നു വീണിരിക്കുകയാണ്. സാധാരണ പ്രവർത്തകർ തെരുവുകളിൽ മറുപടി പറയാനാകാതെ ഇപ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ സ്പീക്കർ സുരക്ഷിതമായിട്ട് AC മുറിയിലിരുന്ന് ചിരിക്കുകയാണെന്ന വിമർശനം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ പോലും ഇപ്പോൾ ഉയർന്നുണ്ട്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിനാൽ ഔദ്യോഗിക തിരക്കുകളില്ലാത്ത സ്പീക്കർക്ക് പാർട്ടി യോഗങ്ങളിൽ പ്രസംഗിക്കാനും നിയന്ത്രണങ്ങളുണ്ട്. സാധാരണ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ എടുത്ത തീരുമാനങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ ഷംസീറിനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്വന്തം രാഷ്ട്രീയ തട്ടകമായ തലശ്ശേരിയിൽ പോലും അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം. തൻ്റെ രാഷ്ട്രീയ ഗുരുവായ കോടിയേരി ബാലകൃഷ്ണൻ്റെ അഭാവമാണ് ഷംസീർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയായിരുന്ന നേതാവിൻ്റെ വിയോഗം ഷംസീറിനെ പാർട്ടിയിൽ സംരക്ഷണമില്ലാത്ത ഒരു അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ ഒരു വിമതനായിട്ട് ഷംസീർ മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ ഈ ഒരു നാടകം ഒടുവിൽ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ CPM-ലെ ആഭ്യന്തര ചർച്ചകൾ ഷംസീറിനെതിരെ കൂടുതൽ കടുക്കുമെന്നും ഇത് പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ഉറപ്പാണ്.